പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം എരിവ്, അലർച്ച, പരിശുദ്ധാത്മാവിൻ്റെ കഷ്ടകാലം എന്നുള്ളതാണ്. ഞാൻ ദീർഘകാലമായി മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊനഷ്ട വിഷയം. എന്തുകൊണ്ടാണ് ദൈവത്തോട് സംസാരിക്കുമ്പോൾ ആത്മാവിൻ്റെ നിറവ് പ്രാപിച്ചു എന്ന് വിചാരിക്കുന്ന നിമിഷങ്ങളിൽ മനുഷ്യൻ ലക്കും ലഗാനം വിട്ടിങ്ങനെ അലറുന്നത്? മൃഗങ്ങളെക്കാൾ മോശമായ അലറിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ആത്മീയൻ എന്ന ചാപ്പ അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് കിട്ടത്തുള്ളൂ എന്ന് നാം ധരിക്കുവാനിടയായത് എങ്ങനെയാണ്? ഒരു ചെറിയ ഉദാഹരണം കൂടെ, ഏറ്റവും മൈൽഡായിട്ടുള്ള ഉദാഹരണം കൂടെ നിങ്ങളെ കാണിച്ചിട്ട് മുൻപോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവന്റെ തോട്ടുകളിൽ നിന്ന് നന്നായിട്ട് വായിക്കാൻ അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. ഇനി അധികം ഒഴുക്കണ്ട, മതി. നന്നായിട്ട് വായിക്കാൻ അവന്റെ തോട്ടുകളിൽ നിന്ന് നന്നായിട്ട് വായിക്കാൻ അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. ഇനി അധികം ഒഴുക്കണ്ട, മതി. അപ്പോൾ ഇത് സാധാരണ ഒരു വളരെ വളരെ ഇങ്ങനെയൊന്നുമല്ല, മനുഷ്യനെ കാണിക്കാൻ കൊള്ളാവുന്ന വിധത്തിലാണ് മനുഷ്യൻ ആത്മീയത മൂത്തു എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ അലറുകയും ഈ റബ്ബർ പന്ത് തെറിക്കുന്നത് പോലെ തെറിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളവരാണ്, കേട്ടിട്ടുള്ളവരാണ്. എന്നെക്കാൾ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് പരിചയസമ്പത്തുണ്ട്. പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യം എന്നിൽ ഉണർത്തിയ ചില ചിന്തകൾ നിങ്ങൾക്ക് പരിചയപ്പെടും എന്ന ഒരു പ്രത്യാശയിൽ ഞാൻ നിങ്ങളുമായി പങ്കിടട്ടെ. ഞാൻ എവിടെയെങ്കിലും മീറ്റിംഗ് സംബന്ധിക്കാനായിട്ട് പോകുമ്പോൾ പ്രത്യേകം കരുതുന്നൊരു കാര്യം, അവിടെയുള്ള PA സിസ്റ്റം, മൈക്ക്, അതിൽ നിന്ന് എത്രയും ദൂരെ മാറിയിരിക്കാം എന്ന് ഞാൻ ശ്രദ്ധിക്കും. കാരണം ഈ വലിയ ശബ്ദം കേട്ടാൽ എനിക്ക് ഉടനെ തലവേദന വരും. അതുകൊണ്ടായിരിക്കാം എനിക്ക് പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായൊരു അനുകമ്പയുണ്ട്. കാരണം ആർക്കെങ്കിലും എവിടെയെങ്കിലും പരിശുദ്ധാത്മാവ് എന്നൊരു വാക്ക്, അല്ലെ പരിശുദ്ധാത്മാവ് 4 അയലത്തൂടെ പോയെന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ അലർച്ചയാണ്. പിന്നെ ഭ്രാന്ത് പിടിച്ചതുപോലെ മനുഷ്യൻ ഒരു വിധത്തിലും അവന് സാമാന്യ ബോധമോ ലജ്ജയോ ഉള്ളപ്പോൾ ചെയ്യാത്ത വിധത്തിൽ അലറി കൂകി വിളിച്ച് കീറി ആകാശമുട്ട കീറി അലറും. അപ്പൊ അത് വളരെ അസഹനീയമായ ഒരവസ്ഥയാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഇത് സഹിച്ച് ഇത്രയും നാളെ നിന്നത് എന്നതിനെ പറ്റി എനിക്ക് വലിയ സങ്കടമുണ്ട്, കരുതലുണ്ട്, അനുകമ്പയുണ്ട്. അതുകൊണ്ടും കൂടാണ് ഞാൻ നിങ്ങളോട് ദയവായി ഒരു അവസ്ഥ ഒന്ന് പരിഗണിക്കണമെന്ന് കാല് പിടിച്ച് അപേക്ഷിക്കും. അപ്പൊ എന്തുകൊണ്ടോ നമ്മുടെ ഇടയിൽ ഒരു സങ്കല്പം, ഒരു ധാരണ, ഒരടിയിരുപ്പ് ഇടം പിടിച്ചിട്ടുണ്ട്. അതെന്താണ്? പരിശുദ്ധാത്മാവ് നമ്മെ ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ, ഒന്ന് ഗൗനിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ചെവി പൊട്ടുമാറ് അലറി വിളിച്ചു വേണം സംസാരിക്കാൻ. നമ്മുടെ തൊണ്ടയുടെ അപ്പുറത്ത് പോയി കയറിയാൽ മാത്രമേ പരിശുദ്ധാത്മാവിന് അതൊരു ഗുമ്മായി തോന്നത്തുള്ളൂ എന്നൊരു ധാരണയാണ്. മാത്രവുമല്ല, ഏറ്റവും ശബ്ദത്തിൽ അലറുന്നവർക്കായിരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ശ്രദ്ധ ആദ്യം കിട്ടുന്നത്. ഇങ്ങനെയുള്ള ധാരണകൾക്ക് വേദപുസ്തകത്തിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അതോ മനുഷ്യൻ അവൻ്റെ പ്രാകൃത സ്വഭാവം അനുസരിച്ച് ചിന്തിച്ചുണ്ടാക്കി വെച്ച ഒരു കോലാഹലമാണോ? ഇത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ പ്രകൃതം അല്ലെങ്കിൽ സ്വഭാവം എന്താണ് എന്ന് പറയുന്നുണ്ട്. യേശു പറയുന്നത് പരിശുദ്ധാത്മാവിനെ ഒരു കാറ്റിനോട് ഉപമിക്കാം. ശാസ്ത്രീയമായി പറഞ്ഞാൽ കാറ്റിൻ്റെ സ്വഭാവം അതിന് ശബ്ദമില്ല എന്നുള്ളതാണ്. കാറ്റ് നിശബ്ദമാണ്. കാറ്റ് അതിൽ തന്നെ നിശബ്ദമാണ്. അപ്പോൾ ചോദിക്കും, ഈ കാറ്റടിക്കുന്ന ശബ്ദമൊക്കെ ഞങ്ങൾ കേൾക്കുന്നല്ലോ. അത് കാറ്റിൻ്റെ ശബ്ദമല്ല നിങ്ങൾ കേൾക്കുന്നത്. കാറ്റ് ഒരു മരത്തിലടിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിലടിക്കുന്നു. ആ സമയത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കൊണ്ടുണ്ടാകുന്ന
ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. കാറ്റിൻ്റെ തനതായ ശബ്ദമല്ല, കാറ്റിന് യാതൊരു വിധത്തിലുള്ള ശബ്ദവുമില്ല. കാറ്റ് 100% നിശബ്ദമാണ്. നിങ്ങൾ അടുത്തെങ്ങും മരമോ കെട്ടിടമോ ഒന്നുമില്ലാത്ത ഒരു വെളിം പ്രദേശത്ത് പോയി നിന്ന് അവിടെ നല്ല കാറ്റുണ്ടെങ്കിൽ യാതൊരു ശബ്ദവും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുകയില്ല. അപ്പോൾ യേശു പരിശുദ്ധാത്മാവിനെ കാറ്റിനോട് ഉപയോഗിച്ചതിൻ്റെ ഒരു കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ സ്വഭാവം നിശബ്ദതയാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവിനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കരുത് എന്ന് സൂചിപ്പിക്കാൻ കൂടെ അല്ലയോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു പോവുകയാണ്. മാത്രവുമല്ല, ആത്മീയത പോട്ടെ, സാമാന്യ മനുഷ്യന്റെ ചിന്തയിൽ പോലും ഇംഗ്ലീഷിൽ 2 വാക്കുണ്ട് ഇപ്പോൾ, വോയിസ് എന്നും നോയിസ് എന്നും. ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടത് വോയിസ് ആണ്, അവൻ്റെ തനതായ സ്വരം. പക്ഷെ നമ്മൾ മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ വരുമ്പോൾ സ്വരത്തിന് അല്പം വിലയും കൊടുക്കാതെ ശബ്ദത്തിനാണ് പ്രാധാന്യം, നോയിസ്. അപ്പോൾ നമ്മൾ യേശുദാസിനെ പറ്റി പറയുക, അവൻ്റെ സ്വരം നല്ലതാണ് എന്ന് പറയുന്നതും അവൻ വലിയ ശബ്ദം പുറപ്പെടുവിക്കുന്നു എന്ന് പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടത് സ്വരമാണ്. സ്വരത്തിന് വ്യക്തിത്വത്തിൻ്റെ ആധികാരികതയുണ്ടാകണം. വലിയ ശബ്ദം ഉണ്ടാക്കാൻ, കോലാഹലം ഉണ്ടാക്കാൻ, തൊണ്ട വലിച്ചു കയറാൻ ഒരു വ്യക്തിത്വവും വേണ്ട. ഒന്നുകിൽ ശബ്ദം അല്ലെങ്കിൽ സ്വരം, രണ്ടും കൂടെ ആർക്കും സാധ്യമല്ല. അപ്പോൾ സ്വരമില്ലാത്തവന് മാത്രമേ ഇങ്ങനെ അലറി വിളിച്ച് കാറിക്കൂവി പരിശുദ്ധാത്മാവിൻ്റെ ചെവി പൊട്ടിക്കേണ്ട, ചെവിക്കലിനടിക്കുന്ന വിധത്തിൽ പിന്നെ മറുഭാഷയും പറഞ്ഞിരിക്കേണ്ട കാര്യമുള്ളൂ എന്ന് ദയവായി മനസ്സിലാക്കുക. ഇത് വചനത്തിൻ്റെ സത്യത്തെ മാത്രം ആശ്രയിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതാകുന്നു. നമുക്കറിയാം, യേശുക്രിസ്തുവിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പരിപൂർണമായി ഉണ്ടായിരുന്നു. അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ അന്തസത്ത തന്നെ പരിശുദ്ധാത്മാവായിരുന്നു. പിന്നെ സ്നാനത്തോടുകൂടെ പരിശുദ്ധാത്മാവ് പ്രത്യേകമായ വിധത്തിൽ എല്ലാവർക്കും അനുഭവവേദ്യമാകുന്ന വിധത്തിൽ അവനിൽ വന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിലാണ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ മുതൽ അവസാനം നിർവഹിച്ചത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ യേശു നമ്മുടെ ഈ മഹാന്മാർ ചെയ്യുന്നത് പോലെ കാറിക്കൂവി തൊണ്ണാക്ക് കീറി അലച്ച് നിങ്ങൾ കാണുന്നുണ്ടോ? ഏറ്റവും ശ്രദ്ധേയമായ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യം കുറച്ചുകൂടെ വ്യക്തമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ വിചാരണ ചെയ്യുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു. ആ സമയത്ത് യേശു അവിടെയാണ് ഏറ്റവും നല്ല വലിയ സ്വരത്തിൽ സത്യം ഇടിവെട്ടുന്നത് പോലെ പറയേണ്ടത്. യേശു നിശബ്ദനായിരുന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. പൊന്തിയോസ് പീലാത്തോസിനെ ഏറ്റവും പിടിച്ചു കുലുക്കിയ ശക്തി യേശുവിൻ്റെ നിശബ്ദതയായിരുന്നുവെന്ന് യോഹന്നാൻ സാക്ഷീകരിക്കുകയാണ് തൻ്റെ സുവിശേഷം. അതിൻ്റെ മർമ്മം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുകയാണ്. ആരെങ്കിലും ചിന്തിച്ചില്ലെങ്കിൽ അവരുടെ പ്രയോജനത്തിനായി ഞാൻ വെളിപ്പെടുത്തുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ യേശു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ അധികാരികളുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നിങ്ങൾ സത്യത്തെ സാക്ഷീകരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അനേക ശത്രുക്കളുണ്ടാകും, നിങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ നിങ്ങളെ അധികാരികളുടെ മുമ്പിൽ, ശത്രുക്കളുടെ മുമ്പിലൊക്കെ കൊണ്ടു നിർത്തും. ആ സമയത്ത് നിങ്ങൾ എന്തു പറയും എന്ന് നിങ്ങൾ വിഷമിക്കരുത്, ബുദ്ധിമുട്ടരുത്, ഭയക്കരുത്. പറയേണ്ടത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും എന്ന് യേശു പറയുന്ന ആശ്വാസജനകമായ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസം പല അവസരങ്ങളിൽ പകർന്നു തന്നിട്ടുള്ള ഈ ഒരു ഭാഗം. അപ്പോൾ യേശുവിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഏറ്റവും ആവശ്യമായിരുന്ന ഒരു സാഹചര്യമാണ് പൊന്തിയോസ് പീലാത്തോസിന്റെ മുൻപിൽ വിചാരണ ചെയ്യപ്പെട്ട സമയത്ത്. അപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിന് കൊടുത്ത സഹായം എന്താണ്? ആ സഹായത്തിൻ്റെ പേരാണ് നിശബ്ദത എന്നുള്ളത്. ഇത് വളരെ ശ്രദ്ധേയമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിസ്ത്യാനികൾ 100% അവഗണിച്ച് ഇരിക്കുന്നത് കൊണ്ടും അത് ഉപേക്ഷിച്ചിരിക്കുന്നത് കൊണ്ടും വളരെ പ്രകടമായ സത്യങ്ങളാണ് എങ്കിലും ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പല സന്ദർഭങ്ങളിൽ
അവൻ ജനമധ്യത്തിൽ നിന്ന് വാങ്ങിപ്പോയി നിശബ്ദത പാലിച്ചു. അവൻ പിതാവായ ദൈവത്തോട് സംസർഗം പാലിച്ചത് നിശബ്ദതയിൽ കൂടെ ആയിരുന്നു എന്ന് നാം വായിക്കണം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ യേശു പരിശുദ്ധാത്മാവ് കാറിക്കൂവിയെന്നൊന്നും ഒരു സുവിശേഷത്തിലും നാം വായിക്കുന്നില്ല. ഇത് മാത്രവുമല്ല, സുവിശേഷത്തിൽ ഇങ്ങനെ വലിയ ശബ്ദം വെച്ച് അലറി കൂകി വിളിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്. അതേത് ശക്തിയാണെന്ന് വളരെ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് അശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്, അത് സാത്താന്യ ശക്തിയാണ് എന്നതിനെപ്പറ്റി അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധത്തിൽ സുവിശേഷങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശു യഹൂദന്മാരുടെ പള്ളിയിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ അശുദ്ധാത്മാവ് ബാധിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. യേശു അടുത്തു വന്നപ്പോൾ അവൻ അലറി വിളിച്ച്, ഞങ്ങളുടെ സമയമാകുന്നതിന് മുമ്പ് ഞങ്ങളെ എന്തിനാണ് പീഡിപ്പിക്കാൻ വരുന്നത്, അവൻ അലറി വിളിച്ച് കൂവി കരയുകയാണ്. അപ്പോൾ ആർക്കാണ് ഇങ്ങനെ തൊണ്ട കീറുമാർ അലറേണ്ട ആവശ്യമെന്ന് വളരെ വ്യക്തമല്ലയോ? ദയവായി മനസ്സിലാക്കണം. പിന്നെ പൊതുവായി മനുഷ്യന്റെ യുക്തി വെച്ചൊരു കാര്യം പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ അധികാരമുള്ള ആരും ഇങ്ങനെ അലറിക്കൂവിയൊന്നും സംസാരിക്കത്തില്ല. ഒരു മന്ത്രി തൻ്റെ പ്യൂണിനോട് പറയുകയാണ്, ഒരു കപ്പ് ഗ്ലാസ് കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ആ പ്യൂണിന് കേൾക്കാൻ വയ്യാത്ത സ്വരത്തിലേ പറയത്തുള്ളൂ. കാരണം ശബ്ദം എത്രയും കുറയുന്നു അത്രയും അദ്ദേഹത്തിൻ്റെ അധികാരം കൂടുതലാണ് എന്നുള്ളതാണ്. എടോ, എനിക്കൊരു കപ്പ് ചായ കൊണ്ടുപോവാ, അല്ലെ വെള്ളം കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിനെ ഇടിച്ച് നിന്റെ മൂക്ക് പൾപ്പാക്കും എന്ന് ഒരു മന്ത്രി പറഞ്ഞാൽ അവൻ്റെ തൻ്റെ പ്യൂണുമായിട്ട് യാതൊരു കൺട്രോളുമില്ല എന്നാണ് അർത്ഥം. അങ്ങനെ ആരും പറയില്ല. ആ നോക്കുന്ന ഫയലിൽ നിന്ന് കണ്ണം എപ്പോട്ട് എടുക്കാതെ അതേ ഇരിപ്പിരുന്നുകൊണ്ട് വെള്ളം എന്ന് മാത്രം പറയും. അത് കേട്ട് ആ സമയത്ത് നടപ്പാക്കിക്കണം. അതിൻ്റെ പേരാണ് അധികാരം, അതോറിറ്റി എന്ന് പറയും. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത മൊണ്ണകളായിപ്പോയല്ലോ നമ്മൾ, മരമൊണ്ണകളായിപ്പോയല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെടുകയാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒട്ടും മനസ്സനുവദിക്കുന്നതല്ല എങ്കിലും ഈ ഒരു കാടത്തരത്തിന്, മൃഗീയതയ്ക്ക്, മൊണ്ണത്തരത്തിന് അവധി വരുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ ഇക്കാര്യം നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ പ്രസംഗം ഒരു കലയാണല്ലോ. അപ്പോൾ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് ഡിബേറ്റ്, സമവായം. അപ്പോൾ അതിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം, പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഡിബേറ്റ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല, അതേസമയം ഇംപ്രസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഏറ്റവും ശബ്ദത്തിൽ സംസാരിക്കും. വിഷയത്തെപ്പറ്റി ഗ്രാഹ്യമുണ്ട്, ആശയം ഇഷ്ടം പോലെ അവതരിപ്പിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശബ്ദം ഉയർത്തി സംസാരിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് ശബ്ദം ഉയർത്തി അലറി കൂകി വിളിച്ച് സംസാരിക്കേണ്ടത്? ഒന്നും ഇല്ലാത്തപ്പോഴാണ്, പതിരാകുമ്പോഴാണ്, പാപ്പരത്വത്തിൽ നിന്നാണ് ഈ അലർച്ചയുടെ ആവശ്യം ഉണ്ടാകുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ എപ്പോഴാണ് സ്വരം ഉയർത്തി, സ്വരമല്ല ശബ്ദം കൂട്ടി സംസാരിക്കേണ്ടി വരുന്ന ഒന്നാണ്. ചെവി കേൾക്കാൻ വയ്യാത്ത ആരോടെങ്കിലും നമ്മൾ സംസാരിച്ചാൽ ഉറച്ച സ്വരത്തിൽ സംസാരിക്കേണ്ടി വരും. ഈ പ്രായമായ ഭാര്യയും ഭർത്താവും, ഒരു 10, 85, 90 വയസ്സൊക്കെ ആയ ഭാര്യയും ഭർത്താവും ഇത് സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു പൊട്ടിക്കുന്ന പോലെ പറഞ്ഞാലും വല്ലതും പറഞ്ഞു എന്ന് ചോദിക്കുന്ന ആ സമയത്ത് കഴിയുന്നത്രയും അല്ലെങ്കിൽ കൂടിയ ശബ്ദത്തിൽ സംസാരിക്കുന്നത് പ്രയോജനപ്പെടും. രണ്ടാമത്, നമ്മൾ ദൂരെ ഒരാൾ നിൽക്കുക, അവരോട് സംസാരിച്ചാൽ ഇച്ചിരി ഉയർത്തി സംസാരിക്കണം. ഇപ്പം ഇവിടെ നിന്നൊരു 100 മീറ്റർ അകലെ നിൽക്കുന്ന ഒരാളോട് ഞാൻ ഇവിടെ സംസാരിക്കുക, പെറുപെറുത്തോ മർമർ ചെയ്താൽ ഒരു പ്രയോജനമില്ല. അപ്പം അന്നേരം ശബ്ദം ഉയർത്തി വിളിക്കണം. എടാ പാപ്പിയേ, നീ ഇങ്ങോട്ടൊന്ന് വായോ എന്ന് വിളിച്ചു പറയാം. അപ്പം എൻ്റെ മുമ്പ് നിൽക്കുന്ന പാപ്പിയോട് ഞാൻ പറയുക, എടാ പാപ്പിയേ ഇത് പറഞ്ഞാൽ പാപ്പി അവന് കീറുക്കാണ്. പാപ്പിക്ക് കീറുക്കില്ലെങ്കിൽ ചോദിക്കും, അയ്യോ തനിക്ക് കീറുക്കായിപ്പോയോ എന്ന് ചോദിക്കും. അപ്പോൾ യേശു പറയുന്നു, കണ്ടാലും ഞാൻ അവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ എന്നിൽ വസിപ്പി, ഞാൻ നിങ്ങളിലും വസിക്കാം.
പരിശുദ്ധാത്മാവ് എന്നതോ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവാണ്. അങ്ങനെ ഉള്ളിലുള്ള ആത്മാവിനോട് വെച്ച് കീറുകയാണ്. മറുഭാഷയും പറഞ്ഞ് ഇരിക്കുന്ന മുറിയുടെ കൂര പറഞ്ഞ് താഴെ വീഴ്ത്തക്കോണം അലറി കൂവി. എന്തോ ഭ്രാന്തായത് എന്ന് ഞാൻ ആലോചിക്കും. ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾ തെറ്റുണ്ട്, നിങ്ങൾ ദയവായി എന്നെ തിരുത്തുക. ഞാൻ വളരെ വിനീതനായി അത് സ്വീകരിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ളതിനോട്, നമ്മളോട് കൂടെ ഉള്ളതിനോട് ഇത്ര ശബ്ദത്തിൽ ചെവിക്കല്ല് പൊട്ടുന്ന വിധത്തിൽ സംസാരിക്കേണ്ട വല്ല കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി വലിയ ശബ്ദത്തിൽ സംസാരിക്കും. അപ്പം അങ്ങനെ അയാൾ നിർത്തുന്നില്ല. അപ്പം അയാളെ ഒന്ന് ശ്രദ്ധ പിടിച്ച് പറ്റാനായിട്ട് ചിലപ്പോൾ ഇച്ചിരി ശബ്ദം ഉയർത്തി സംസാരിക്കേണ്ടി വരും. നാലാമത്, നമുക്ക് നമ്മളിൽ യാതൊരു നിയന്ത്രണമില്ലാത്ത കാര്യം നമ്മൾ അലറി വിളിച്ചു പോകും. നമുക്കിടെ ഇപ്പോൾ ഒരു പോത്ത് നിങ്ങളെ കുത്താൻ വരുന്നു, ഒരു മൂരിക്കാള് നിങ്ങളെ കുത്താൻ വരുന്നു, അല്ലെ ഒരു പാമ്പ് കടിക്കാൻ വരുന്നു, അപ്പോൾ ഒരു ഒറ്റയാൾ, അല്ലെ രാത്രി ഒരു കള്ളൻ മുറിക്കകത്ത് കയറി ഒറ്റ കൂവൽ പോവും. അത് നമുക്ക് മനസ്സിലാക്കാം, അതിൻ്റെ ആവശ്യമുണ്ട്. അതേസമയം പകല് നിങ്ങൾക്ക് പരിചയമുള്ള, പണ്ട് നിങ്ങളുടെ കൂടെ സ്കൂളിൽ പഠിച്ച അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച നിങ്ങളുടെ ഉത്തമ സുഹൃത്തുക്കളെ കാണാനായിട്ട് ദൂരെ നിന്ന് വന്നു. അപ്പോൾ വന്ന സന്തോഷത്തിൽ സുഹൃത്തിനെ ആലിംഗനം ചെയ്തു, അടുത്തിരുത്തി, എന്നിട്ട് ചോദിക്കുകയാണ്, എടാ കുരിയാച്ച, നീ എവിടെയായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. കുരിയച്ചൻ നിന്റെ അടുത്തല്ലേ ഇരിക്കുന്നു. കുരിയച്ചൻ്റെ ചെവി പൊട്ടിയിട്ടില്ല, അത് ഞാൻ നന്നായിട്ട് കേൾക്കാം. നിങ്ങളങ്ങനെ ഷൗട്ട് ചെയ്താൽ കുരിയച്ചൻ ജീവനും കൊണ്ട് ഓടിപ്പോകത്തില്ലേ? പാവം കുരിയച്ചൻ. എന്താണിത് മനസ്സിലാകാം. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വലിയ സ്വരത്തിൽ ശബ്ദത്തിൽ അലറിയാൽ നമുക്കത് മനസ്സിലാക്കാം. അല്ലാതെ നമ്മൾ പരിശുദ്ധാത്മാവോട് സംസാരിക്കുമ്പോൾ, ദൈവത്തോട് സംസാരിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വലിയ ശബ്ദകോലാഹലം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഉളംപറ പോലും നിൽക്കുന്ന പരിപാടിയല്ല എന്നാണ് എനിക്ക് പറയാൻ. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നമുക്കറിയാം 46 സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം നമുക്കെല്ലാം കാണാപ്പാടാം, മനപ്പാടം പറയും. എന്താണ്? മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളി. അറിയാൻ താല്പര്യമുള്ളവർ മിണ്ടാതിരിക്കും, ഇല്ലേ? ഇപ്പം ഞാൻ 43 വർഷം പഠിപ്പിച്ച വ്യക്തിയാണ്. ഞാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവിടെ എനിക്ക് 20-25 സ്റ്റുഡൻസാണ് സാധാരണ ഒരു ക്ലാസ്സിൽ. അപ്പോൾ പറയുന്ന കാര്യം കേട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ മിണ്ടാതിരുന്ന് ശ്രദ്ധിക്കും. മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരെ സംസാരിക്കാൻ ശ്രമിക്കും. അതാണ് പറയുന്നത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞു. അറിയാൻ താല്പര്യമില്ലാത്തവൻ അലറും. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഒന്നും അറിയാൻ താല്പര്യമില്ലാത്തവൻ പിന്നെ ആകെപ്പാട് കാണിക്കുന്ന അലറും. നിങ്ങൾ അലറുന്നവരെ ശ്രദ്ധിച്ചോണം. അവിടെ മോഹത്തെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവൻ യാതൊരു ബോധവും ഇല്ലാത്തവനാണ്, ഇവൾക്ക് ഒന്നും തിരിച്ചറിയാൻ താല്പര്യമില്ലാത്തതാണ്. യേശുവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഈ എന്താ പറയുന്നത്, ബക്കറ്റ് കമത്തി വെച്ച് അതിൻ്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്നത് പോലെയാണ്. അപ്പോൾ ഈ ശബ്ദം ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ആത്മീയത ഉണ്ടെന്ന് പറയുന്ന ആളുകളോട് നമ്മൾ എന്ത് ചെയ്യാനാണ്? അവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാലും ഉപവാസത്തിലല്ല, അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയല്ല എന്ന് യേശു പറയുന്നതുകൊണ്ട് ഞാൻ പറയുക. ഇത് അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മാത്രമാണ്. ഇതിന് ദൈവികമായ യാതൊരു അംശവുമില്ല എന്ന് ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ ദയവായി തിരിച്ചറിയണമെന്ന് നിങ്ങളെൻ്റെ അടുത്തില്ല, അല്ല ഞാൻ കാല് പിടിച്ച് നിങ്ങളോട് അഭ്യർത്ഥിക്കുമായിരുന്നു. കാല് പിടിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണ്, ദയവായി ഈ മരമൊണ്ണത്തരം നിർത്തണം. നോർമലായിട്ട് ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കാൻ ശ്രമിക്കണം. ദൈവം ചെവി പൊട്ടിയവനല്ല എന്നും നമ്മോട് കൂടെയുള്ളവനാണ് എന്നും ഹൃദയത്തിൻ്റെ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നവരാണെന്നും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നാം അറിയുന്നതിന് മുമ്പേ അറിയുന്നവനാണെന്നും വേദപുസ്തകം ആവർത്തിച്ച് വെളിപ്പെടുത്തിയിരിക്കെ അതെല്ലാം പുച്ഛിച്ചു തള്ളി ദൈവം ചെവിപൊട്ടനാണെന്ന വിധത്തിൽ പരിശുദ്ധാത്മാവ് ശബ്ദകോലാഹലത്തിൻ്റെ പാൽപ്പായസമാണ് കഴിക്കുന്നത് എന്ന വിധത്തിൽ
ഇങ്ങനെ അലറിക്കൂവി നടത്തുന്ന കലാപരിപാടികൾ എത്രയും പെട്ടെന്ന് നിർത്തണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഈ ഉള്ളവൻ തൽക്കാലം ഉപസംഹരിക്കുന്നു. നമസ്കാരം.